ഇല്ല, മമ്മൂട്ടിയുടെ താണ്ഡവാട്ടം സംഭവമാണ്, വേറെ ലെവലാണ്. ഇത്രയും വയസ്സിൽ മമ്മൂട്ടി ഇതുപോലെ വേറെ സിനിമ അഭിനയിച്ചില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ആയതുകൊണ്ട് അടിപൊളി റിവ്യൂ ആണ്, സെറ്റപ്പാണ്, കിടിലാണ്, കിടക്കാച്ചി. അതൊക്കെ ഓരോ ആളുകളുടെ സ്വഭാവം. വേറെ ലെവൽ സിനിമ ഇത്രയും ഇറക്കിയിട്ടുള്ള ഏക സിനിമ ധർമ്മ അടിപൊളി, വേറെ പക്ക ലെവൽ സിനിമ. ആ ചിരിയാണ് ബെറ്റ്. ചിരി എന്ന് പറഞ്ഞ ഏറ്റവും പിന്നെ പൊന്നു മക്കളെ എല്ലാവരും ഞെട്ടിത്തിരിക്കണം ചിരി. പിന്നെ മമ്മൂട്ടി കഴിഞ്ഞാണ് കിട്ടില്ല. വേറെ ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത വേറെ ഒരു പക്ക ലെവൽ വേഷമാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. 3 ക്യാരക്ടറിനെ വെച്ച് അവർ ബിൽഡ് ചെയ്തെല്ലാം അടിപൊളിയായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പണി, എല്ലാ റിവ്യൂവിൽ പറയും പോലെ തന്നെയാണ്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല മരിച്ച് പണിയെടുത്തിട്ടുണ്ട്. കണ്ടിന്യൂഷനൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. വലിയതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ വലിയ പേടി തോന്നിയില്ല. പക്ഷേ ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടില്ല. നമുക്ക് സീനാണ്, ഒന്നും പറയില്ല, അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എല്ലാവരും ആക്ടിങ് അടിപൊളിയായിരുന്നു. ഒരു 4 ക്യാരക്ടറാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണൽ തോന്നി. പക്ഷേ ഈ ഒരു വയസ്സിൽ പേഴ്സണലി ഇത്രയും നല്ല ഹാർഡായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ഞാൻ പേഴ്സണലി നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നല്ല അടിച്ചു. നല്ല സെലക്ഷൻ എന്ന് വെച്ചാൽ ഇനിയുള്ള സിനിമ എന്ന് വെച്ചാൽ വെറൈറ്റിയാണ്. സോ ഇപ്പോഴത്തെ ഇനിയിപ്പം അതേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വെറൈറ്റി സിനിമയാണ്. അപ്പോഴും ഈ സിനിമ നല്ല മികച്ചൊരു സിനിമയായിട്ട് എനിക്ക് നല്ലൊരു